പ്രൊഫൈലും ഒക്കെ അറിയാം. അപ്പോൾ ഇന്നതുപോലെ ആയിരിക്കുന്ന ആൾക്കാർക്ക് അത്യാവശ്യം പ്രൊഡിക്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ബാനർ വാല്യൂ ഒക്കെ ഉണ്ട്, ഇല്ലെന്നല്ല, പണ്ടും ഉണ്ട് ഇപ്പോഴും ഉണ്ട്. പക്ഷെ എന്നാലും അതിൻ്റെ പുറകെ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് അറിയാത്തൊരു ബാനറി വന്നാലും വരില്ല. ഇപ്പോൾ ഒരു വലിയ സംവിധായകനും അതുപോലത്തെ നടീനന്മാരൊക്കെ വന്നാലും ബാനർ പിന്നീട് രണ്ടാമതേ വരുള്ളൂ. പക്ഷെ ബാനറിനകത്ത് ചിലപ്പോൾ ഈ നടീനന്മാരില്ലെങ്കിൽ ചിലപ്പോൾ ആൾക്കാർ സിനിമ കാണും. അപ്പോൾ അങ്ങനെയുണ്ട്. നമുക്ക് സാധാരണ ഉള്ളതിലും ഭയങ്കരമായിട്ട് എനർജിയിലാണ് നമുക്ക് ഇവിടെ നിൽക്കുന്നത്. ഹലോ, സന്തോഷം. എനിക്ക് ഞാൻ പേടിച്ചാ വന്നത്. അല്ല, കഴിഞ്ഞ തവണയൊക്കെ കണ്ടതിനേക്കാൾ കൂടുതൽ എനർജി നമുക്കിവിടെ മുഖത്ത് കാണുന്നുണ്ട്. ഓ, താങ്ക് യു. മിഥുനോടാണ്. പിന്നെ മിഥുൻ, ഈ സിനിമയിൽ മമ്മൂക്കയുടെ ഫൈറ്റ് സീനുകൾ അതുപോലെ തന്നെ മറ്റു ആക്ഷൻ സീനുകളൊക്കെ ഭയങ്കര എനർജിയാണ് കാണാനുള്ളത്, ഇപ്പൊ ട്രെയിലർ കണ്ട സമയത്തൊക്കെ. അപ്പൊ ഇതിൽ മിഥുനായിട്ട് എന്തെങ്കിലും എക്സ്ട്രാ എഫേർട്സ് എടുത്തിട്ടുണ്ടോ? മമ്മൂക്കയുടെ ഒരു നടൻ എന്നുള്ള നിലയ്ക്ക് മിഥുന്റെ മുന്നിലുള്ള വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു? ഞാൻ സത്യം പറഞ്ഞാൽ മമ്മൂട്ടി കമ്പനിയുടെയും മമ്മൂട്ടിയുടെയും വൈശാഖേട്ടൻ്റെയും പുറകിൽ ഒളിച്ചു നിൽക്കുന്ന ഒരാളാണ്. റിയാലിറ്റിയിൽ അതാണ് സത്യം. കാരണം നമ്മൾ എഴുതി കൊടുത്ത് ഇവിടെ ഒരു ആക്ഷൻ സംഭവിക്കുന്നു, അതിന്റെ പ്രീയും അതിന്റെ പോസ്റ്റും അല്ലേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ആക്ഷൻ ഇങ്ങനെ സിറ്റുവേഷൻ സംവിധായകന്റെ പ്രതിനിധിയായി വന്നു. പറയാം. അപ്പോൾ അങ്ങനെ എഴുതി കൊടുക്കുമ്പോൾ സംവിധായകൻ കൂടെയാണ്. അതെ. അപ്പോൾ ഇത് നമ്മൾ എഴുതി കൊടുക്കുന്നു, നമുക്ക് അതിനടുത്ത് പറയുന്നു, വൈശാഖേട്ടൻ സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്തതിനു ശേഷം ഈ ആക്ഷൻ സീക്വൻസ് അദ്ദേഹമാണ് ഡിസൈൻ ചെയ്തത്. അപ്പം വൈശാഖേട്ടനും ഷമീർ മുഹമ്മദും നമ്മുടെ സ്റ്റണ്ട് മാസ്റ്റർ ഫീനിക്സ് ലോഗും എല്ലാം ചേർന്ന് നമ്മൾ കുറച്ച് റിഹേഴ്സ് ചെയ്ത് ഇത് ഫൈറ്റ് ഷൂട്ട് ചെയ്ത് ശേഷം മമ്മൂക്കെ കൊണ്ടുവന്ന് കാണിച്ച് ഇത് എങ്ങനെയൊക്കെയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. മമ്മൂക്ക് അതിന് വേണ്ടി വളരെ ആവേശത്തോടു കൂടി നന്നായി കഷ്ടപ്പെടുന്ന എല്ലാവരും കൂടി ചെയ്തതാണ് ഇതിലെ ഫൈറ്റ് സീക്വൻസുകൾ. അപ്പോൾ അതിലെ ഫൈറ്റ് നമ്മൾ നേരത്തെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ഞാനില്ലാതെ. നമ്മൾ ആ ബാക്കിയുള്ളെല്ലാം ഡമ്മി ആക്ടേഴ്സിനെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടാണ് ആ സീനുകളാണ്. ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇനി അടുത്ത് വരാൻ പോകുന്നത് എന്താണ്, നമുക്ക് അടുത്ത ഷോട്ട് എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ ഒരുപാട് എക്സസൈസോ പ്രാക്ടീസോ ഒക്കെ അധികം വേണ്ടി വന്നില്ല. ഇങ്ങനെ കിടകിടാന്ന് എടുക്കും. പക്ഷേ 1-2 പ്രാവശ്യം ഒന്നും എടുത്ത ഫൈറ്റൊന്നും അത്ര ശരിയാവും. നന്നായി കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതാണ് നിങ്ങൾ കാണുന്നത്. ആ ആക്ഷൻ സീക്വൻസിൽ എനർജിയൊക്കെ നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്ന ഇദ്ദേഹം അത് വളരെ കഷ്ടപ്പെട്ട് എല്ലാവരും ചേർന്ന് ചെയ്തതാണ്. അപ്പം പ്ലാനിങ് ഉണ്ടായിരുന്നു അതിൻ്റെ പുറകെ. അതുപോലെ തന്നെ ഇപ്പോൾ താങ്കളുടെ ഇപ്പോൾ കഴിഞ്ഞ കുറേ സിനിമകൾ താങ്കൾ ബാക്ക് ചെയ്ത ഒരുപാട് സിനിമകൾ ഇപ്പം സസ്പെൻസ് ത്രില്ലറാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ടെർബോ പോലെയുള്ള സിനിമകളാണ്. ആട് പോലെയുള്ള ഒരു സിനിമ ഇനി തീർച്ചയായും അനൗൺസ് ചെയ്തല്ലോ. ആട് ഞാൻ സംവിധാനം ചെയ്യുന്ന അടുത്ത സിനിമ ആട് 3 ആയിരിക്കും. ഓക്കെ, അടുത്ത് വരും. ഇപ്പോൾ ഇവിടെ ടെർബോ തന്നെ ഇപ്പം ഓവർസീസിലൊക്കെ വ്യാപകമായി റിലീസ് ചെയ്യുന്നുണ്ട്. ജർമ്മനിയിൽ വലിയ കൂടുതൽ തിയേറ്ററുകൾ ഷോകളൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. നമ്മളിപ്പം മലയാള സിനിമയുടെ ഈ 2024 ഫസ്റ്റ് ക്വാർട്ടറിൽ എത്തുമ്പോൾ തന്നെ 1000 കോടിയുടെ കണക്കുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മൊത്തത്തിൽ മലയാള സിനിമയെ എങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്യും സാമ്പത്തികമായി? തീർച്ചയായും വലിയ ആവേശമല്ലേ നമുക്ക് തരുന്നത്. മഞ്ഞുമൽ ബോയ്സ് ആയാലും പ്രേമലു ആണെങ്കിലും ഇപ്പം ഇദ്ദേഹത്തിന്റെ ഭ്രമയുഗമാണെങ്കിലും ആവേശം ഒരുപാട് സിനിമകൾ ഇങ്ങനെ നമ്മുടെ ബോക്സ് ഓഫീസിന്റെ പരിധികൾ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ഇനി നമ്മൾ ചെയ്യുന്ന സിനിമകൾക്കും പിന്നാലെ വരുന്ന സിനിമാ പ്രവർത്തകർക്കും മറ്റു ഭാഷയിൽ നമ്മുടെ സിനിമകൾ സ്വീകരിക്കപ്പെടുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയ എനർജി തന്നെയാണ്. പിന്നെ ഇൻഡസ്ട്രിയിൽ പണം വന്ന് വീഴുക എന്ന് പറയുന്നത് എന്തുകൊണ്ടും തിയേറ്റർ വ്യവസായത്തിനും നടീനടന്മാർക്കും ടെക്നീഷ്യന്മാർക്കും എഴുത്തുകാർക്കും എല്ലാവർക്കും നല്ലതല്ലേ. അപ്പോൾ തീർച്ചയായും മലയാള സിനിമയുടെ ഏറ്റവും നല്ല വർഷത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് സിനിമാ പണ്ഡിറ്റുകൾ പറയുന്നു. അത് ഒരുപാട് സന്തോഷം. ഇതിങ്ങനെ എല്ലാ വർഷവും ആവർത്തിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മുടെ സിനിമ മാത്രമല്ല, എല്ലാവരുടെ സിനിമകളും വലിയ വിജയങ്ങളാവട്ടെ, പ്രേക്ഷകർ നിരന്തരം തിയേറ്ററുകളിലേക്ക് എത്തട്ടെ, മറ്റു ഭാഷകളിൽ മലയാള സിനിമ ഇപ്പോൾ സ്വീകരിക്കപ്പെട്ടതിൽ കൂടുതൽ സ്വീകരിക്കപ്പെട്ടെ എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അത് ഇനിയിപ്പം ആ ലെവലിലൊക്കെ ആയിരിക്കും ആൾക്കാർ പ്രൊജക്ടുകൾ ഡിസൈൻ ചെയ്തുകൊണ്ട് വരിക. നല്ലതാണ്. എന്തുകൊണ്ട് തന്നെ ചെറിയ സിനിമകൾ ചെറുതെന്ന് പറയാൻ പറ്റില്ല, എന്നാൽ മറ്റ് ചില സിനിമകളും പേടിയോടുകൂടി തന്നെയാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. അവർ പറയുകയും ചെയ്തു. പിന്നെ മമ്മൂക്കയുടെ സിനിമ വരുന്നുണ്ട്, അപ്പോൾ അതിനോടൊന്നും നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊന്നും നമുക്ക് പറ്റില്ലെന്നേ. സിനിമ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷമേ ഉള്ളൂ നല്ലതോ ചെയ്തതെന്ന് അറിയാം. അതിന് മുമ്പ് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ നല്ലത് മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. നമ്മളൊരു കടയിൽ പോയി ഒരു സാധനം വാങ്ങിക്കുന്ന പോലെയല്ല സിനിമ എടുത്തുണ്ടാക്കി നന്നാക്കിയുള്ള. ഇപ്പം എല്ലാവർക്കും സ്പേസ് ഉണ്ട് സിനിമയ്ക്ക്, അതിനൊന്നും പേടിക്കണ്ട. നമുക്ക് ഈ സിനിമയെ സീരിയസ് ആയിട്ട് വിലയിരുത്തുന്നവരായാലും സോഷ്യൽ മീഡിയയിൽ എഴുതുന്നവരായാലും ഒക്കെ പറയുന്നത് നമുക്ക് സമീപകാലത്തായുള്ള സിനിമകൾ നോക്കിയാൽ ഇപ്പോൾ നന്മകൾ നേരത്തെ മയക്കം, കണ്ണൂർ സ്ക്വാഡ്, അത് കഴിഞ്ഞ് ഭ്രമയുഗം, ഇപ്പോൾ ടെർബോയിലോട്ട് വരുമ്പോൾ ഓരോന്നിനും പുതുമയ്ക്കായി എപ്പോഴും ചെവി കൊടുക്കുന്നു. അതിപ്പോൾ പുതുമുഖ എഴുത്തുകാരായാലും സംവിധായകരായാലും അവർക്ക് കൈ കൊടുക്കുന്നു. അപ്പം ഈ ഒരു നിർബന്ധബുദ്ധി
വ്യക്തിപരമായി അത് ഉണ്ടോ ഈ സിനിമയിൽ? അതിന്റെ ഒരു എലമെന്റ് ഉണ്ടോ, അല്ലെങ്കിൽ അടുത്ത ഐറ്റം ലോഡിംഗ് എന്ന് പറയാവുന്ന ഒരു സ്പെഷ്യൽ എലമെന്റ് ഉണ്ടോ? നിങ്ങൾ ഈ പറയുന്നത് ഈ അടുത്ത കാലത്ത് തുടങ്ങിയതല്ല, ഞാൻ വന്ന കാലം മുതലേ ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്, അത് മറന്നു പോരുന്നില്ല. എണ്ണി പറയാവുന്ന ഒരുപാട് വ്യത്യസ്തമായ സിനിമ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഓർക്കുന്ന ഈ പറഞ്ഞ കുട്ടുറുമീസ് ആണെങ്കിലും മൃഗയാണെങ്കിലും അതുപോലെ അയ്യർ ദ ഗ്രേറ്റ്, അതുപോലത്തെ ഒരുപാട് സിനിമകളുണ്ട്. ഈ തലമുറയിൽപ്പെട്ട ആളാണെന്ന് തോന്നുന്നു. കുറച്ച് മൂന്ന് ആൾക്കാർക്ക് അതൊക്കെ അറിയാം. അപ്പം അത് എന്നെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ ഉണ്ടായിരുന്ന അതേ ആവേശത്തോടു കൂടിയാണ് ഞാൻ നിൽക്കുന്നത്. അന്ന് നമുക്കെല്ലാം നമ്മുടെ ആഗ്രഹത്തിനൊത്ത് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇപ്പോൾ ഇങ്ങനെ അങ്ങനെ ഒരു സൗകര്യം നമ്മുടെ അടുത്ത് വരുന്ന ആൾക്കാർക്കും നമുക്കും അങ്ങനെ ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ട്. അത് നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണ്. ഇപ്പോൾ ഈ സിനിമ കഴിഞ്ഞാൽ എന്താ സിനിമ എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുക. ഇപ്പോൾ എന്നുള്ള കുഴപ്പമാണ്. മറ്റേത് വന്നു കഴിഞ്ഞാൽ 2-3 സിനിമകൾ നമ്മൾ തുടങ്ങുമായിരുന്നു. ഇപ്പോൾ ഒരു സിനിമ അടുത്ത് തുടങ്ങാനായിട്ട് ഇങ്ങനെ സമയം എടുക്കുന്നുണ്ട്. അത് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് അതിന് ആൾക്കാർ നമ്മുടെ അടുത്ത് പരാതിപ്പെട്ടിട്ട് വന്നിട്ടില്ല എന്തേ സിനിമയിൽ മരിക്കാറുണ്ട്. സിനിമ കൊടുത്താൽ അവരുണ്ടെങ്കിൽ കാണും. അങ്ങനെ വിചാരിച്ചാൽ മതി. നമുക്ക് നേരത്തെ ഈ വിശ്വാസം എന്നൊരു വാക്ക് പ്രയോഗിച്ചു. മുമ്പിൽ വരുന്ന കഥകൾ അല്ലെങ്കിൽ വ്യക്തികൾ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് വരുന്നു. അപ്പോൾ ഈ കഥയുടെ തിരഞ്ഞെടുപ്പ്, സിനിമകളുടെ തിരഞ്ഞെടുപ്പിൽ അത്തരത്തിലുള്ള ബന്ധങ്ങൾ ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഒരു കഥ, നല്ലൊരു കഥ ചെയ്യുക അല്ലെങ്കിൽ നല്ലൊരു കഥാപാത്രത്തിൽ ചെയ്യുക എന്നുള്ളതിനൊപ്പം ഒരു പരസ്പരമുള്ളൊരു ബന്ധവും സൗഹൃദവും ഒക്കെ ഒരു പ്രാധാന്യമായിട്ട് നമുക്ക് എടുക്കുന്നുണ്ടോ? അങ്ങനെ അതിനൊന്നും കഥയ്ക്ക് തന്നെയാണ് പ്രാധാന്യം. പിന്നെ പരിചയമുള്ള ആളാകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ധൈര്യമായിട്ട് വിശ്വസിക്കാറുണ്ട്. അത്രേ ഉള്ളൂ. അല്ലാതെ അതിന് ബന്ധപ്പെട്ട ഒരാളൊരു കഥയും കൊണ്ടുവന്നാൽ എല്ലാം നമുക്ക് മോശമാണ് എടുക്കാൻ പറ്റും. അത് നമുക്ക് ആർക്കും പറ്റില്ല. ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്കും നിങ്ങളുടെ ജോലിയിൽ അത് ചെയ്യാൻ പറ്റുമോ? ബന്ധമുള്ള ആളോ പരിചയക്കാരാന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒന്നും ഇല്ല. പക്ഷേ സിനിമയിൽ വന്നതിന് ശേഷം ബന്ധപ്പെട്ടവരാണ് കൂടുതലും. നമുക്ക് ഈ ടെർബോ എന്ന പേരിന് എന്താണ് പ്രത്യേകത ഉണ്ടോ? പുള്ളിയായിട്ടത് ഞാൻ ഒന്നുമല്ല, ഈ ഒരു മിരുമിരുപ്പ് എന്നൊക്കെ നാട്ടുമ്പുറത്ത് പറയുന്ന അങ്ങനെ ഒരു സ്വഭാവമുള്ള ഒരാളെന്നുള്ള രീതിയിലാണ് നമ്മളത്. അതായത് ഒന്നുമില്ല, ഒരു എടുത്തിയാട്ട സ്വഭാവമുള്ള, പിന്നെ കഥാപാത്രം പറയുന്നൊരു ഡയലോഗാണ് ഞാനിന് മുമ്പ് ഇൻ്റർവ്യൂ പ്രയോഗിച്ചിട്ടുള്ളത്. ഇദ്ദേഹത്തിൻ്റെ ഒരു നാട്ടിലുള്ള ഒരു കഥാപാത്രം പറയുന്നത്, അവൻ ടർബോ എഞ്ചിൻ പഠിപ്പിച്ച മാതിരി ഉരുണ്ട് കയറി നടക്കുക എന്ന് പറയുന്നൊരു അത്രേ ഉള്ളൂ. വട്ടപ്പേരാ? ആ, ഒരു വട്ടപ്പേര്. അല്ലാതെ ആള് വേറെ സംസാരിക്കണേ, ഉത്തരം പറയുന്നുണ്ട്. അതെ, ആള് തെമ്മാടിയോ ഗുണ്ടയോ മാഫിയോ ഒന്നുമല്ല. നമ്മൾ നാട്ടുപുറത്ത് കാണുന്ന വണ്ടി സ്പീഡിൽ ഓടിക്കുന്നതാണ്. അതെ, ഒരു ചേട്ടായി, ജോസ് ചേട്ടായി. അല്ല, നമ്മള് ചോദിക്കരുത് അങ്ങോട്ടും ഇങ്ങോട്ടും. ടർബോ ഇവിടെ നമുക്ക് ടർബോ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കണ്ടുവരുന്ന സിനിമകളിൽ ആവേശം മോഡൽ സിനിമകളാണല്ലോ കണ്ടുവരുന്നത്. അതായത് ഒറ്റ ഒറ്റ കഥാപാത്രത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണല്ലോ കറങ്ങുന്നത്. ഇപ്പൊ നായിക എന്നുള്ള സങ്കല്പമൊക്കെ ഏറെക്കുറെ പോയൊരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പൊ ഈ സിനിമയും ഇപ്പൊ ടർബോനെ കുറിച്ച് ഇപ്പൊ ചോദിച്ചപ്പോ ഈ സിനിമയും ഏതാണ്ട് അങ്ങനെ തന്നെയാണോ? ഈ സിനിമയുടെ മെയിൻ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കുന്ന ഈ നായിക. ഇവര് തമ്മിൽ കാമുകന്മാരോ പെങ്ങളോ സിസ്റ്ററോ സഹോദരിയോ പെങ്ങളെ അമ്മയോ ഒന്നുമല്ല. നോ ബന്ധം. പെടുത്തണത് അയാളെ കൊണ്ട്. സിനിമ കാണുമ്പോൾ മനസ്സിലാവും നായികക്കാണ് പ്രാധാന്യം. ഓ, സിനിമ, ഡ്രൈവിംഗ്, കൂളിംഗ് ഗ്ലാസ്, ഏറ്റവും വലിയ ഹാപ്പിനെസ് എന്താണ്? സിനിമ 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 സിനിമ. കൂളിംഗ് ഗ്ലാസ് ഇല്ലെങ്കിലും കാറില്ലെങ്കിലും സിനിമ. കൂളിംഗ് ഗ്ലാസും കാറും ഈ സിനിമ കൊണ്ട് തന്നില്ല. അല്ലെങ്കിൽ നമ്മളെ എത്ര കൂളിംഗ് ഗ്ലാസ് മേടിക്കാൻ. മമ്മുക്ക, എൻ്റെ പേര് അശ്വതി എന്നാണ്. ഐ റെപ്രസെന്റ് ദൽസെ 90.8 FM, ഒരു റേഡിയോ പ്രസന്ററാണ്. സോ ഫസ്റ്റ് ഒരു കാര്യം നിങ്ങൾ എല്ലാവരുടെയും പെർമിഷനോടുകൂടെ പറഞ്ഞോട്ടെ. മുമ്പ് മമ്മുക്കയുടെ ഇന്റർവ്യൂവിൽ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് നമ്മളൊരു കാര്യം ഒരുപാട് ആഗ്രഹിക്കുകയാണെങ്കിൽ, നമ്മൾ ഒരുപാട് അതിനുവേണ്ടി ഡ്രീം ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ റിയലി ഹാപ്പൻ എന്നുള്ളത്. ആൻഡ് നൗ ഐ എം സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് യു. വേറെ വലിയ ആൾക്കാർ പറഞ്ഞാണ്. അല്ല, മമ്മുക്ക പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഐ എം സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് യു. അതുപോലെ മമ്മുക്ക ഇപ്പൊ എന്നെ നോക്കുകയാണ്, ഞാൻ മമ്മുക്കനെ നോക്കുകയാണ്. യു ആർ ഹിയറിംഗ് മീ. സത്യം പറഞ്ഞാൽ അടുത്തിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഭയങ്കര ബ്ലെസ്ഡ് ആണ്. ആൻഡ് ഐ ഷുഡ് താങ്ക് സമദിക, ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് ആൻഡ് മൈ ഓർഗനൈസേഷൻ ആസ് വെൽ ഫോർ ഓർഗനൈസിംഗ് ദിസ് ടർബോയുടെ ഒരു പ്രസ് മീറ്റ് ഓർഗനൈസ് ചെയ്തതിന്. സോ മമ്മുക്ക, എനിക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മലയാള സിനിമ ഇസ് ചേഞ്ചിങ്. ഇപ്പൊ ഒരു നായിക പ്രാധാന്യമില്ല, അല്ലെങ്കിൽ നായിക ഇല്ലാത്തൊരു മൂവി ആണെങ്കിലും, അതല്ലെങ്കിൽ ഇപ്പം 3 ക്യാരക്ടേഴ്സ് ഉള്ള ഒരു നമ്മുടെ ബ്രഹ്മയുഗം പോലത്തെ മൂവി ആണെങ്കിലും, അതല്ല ഈവൻ സോങ്സ് ഇല്ലാത്ത മൂവി ആണെങ്കിൽ പോലും നമ്മുടെ മലയാളി ഓഡിയൻസ് വി അക്സെപ്റ്റ് ദോസ് കൈൻഡ് ഓഫ് മൂവീസ്. അതേപോലെ തന്നെയാണ് ഇപ്പൊ ആസ് എൻ ഓഡിയൻസ് ദാറ്റ്സ് വാട്ട് ഐ ഫീൽ. അപ്പോൾ മമ്മൂക്ക ആസ് എൻ ഓഡിയൻസ് എന്ന നിലയിൽ നമ്മുടെ മറ്റ് മലയാള മൂവീസ് നോക്കുകയാണെങ്കിൽ വാട്ട് ഡു യു ഫീൽ? ഇസ് ഇറ്റ് ദ ഓഡിയൻസ് മാറുകയാണോ അതോ മലയാള സിനിമയാണോ മാറുന്നത്? ഓഡിയൻസ് മാറിയാലും സിനിമ മാറുള്ളൂ.
ഓഡിയൻസാണ് സിനിമ മാറ്റുന്നത്. ഒടുവിലത് കാണാതിരിക്കും, നല്ലത് കാണുമ്പോൾ നാച്ചുറലി സിനിമ നന്നാവും. നല്ല ഓഡിയൻസ് ഉള്ളിടത്ത് നല്ല സിനിമ ഉണ്ടാവുള്ളൂ, അതിലൊന്നും തർക്കമൊന്നുമില്ല. നമ്മുടെ ആളുകൾ നല്ല സിനിമയെ പ്രോത്സാഹിപ്പിക്കുന്നു, നല്ല സിനിമ കാണാൻ വരുന്നത് കൊണ്ടാണ് നല്ല സിനിമ ഉണ്ടാകുന്നത്. മറ്റു ഭാഷകളിൽ കണ്ടില്ല, അവർക്ക് ഓഡിയൻസിനെ അറിയാത്തതുകൊണ്ടാണ് ചിലപ്പോൾ അവർ പരാജയപ്പെട്ടു പോകുന്നത്. ഓഡിയൻസാണ് സിനിമയെ നിയന്ത്രിക്കുന്നത് പൊതുവെ പൂർണ്ണമായിട്ടും. Just one more question to Mithun Chetan and Rajvi Shetty sir. Of course, നമ്മുടെ നോർമൽ ഒരു വില്ലൻ കഥാപാത്രം എന്ന് പറയുമ്പോൾ നോർമൽ നമ്മൾ കണ്ടിട്ടുള്ളത് കുറച്ച് ജയന്റ് ആണ്, കുറച്ച് ഹെവി ആണ്, അങ്ങനെയൊക്കെ. ഈ ഒരു വില്ലൻ എന്ന് പറയുമ്പോൾ ഒറിജിനൽ വില്ലന്മാരൊക്കെ ഇതിനേക്കാളും ചെറുതാണ്. സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല. നമുക്ക് സിനിമയിൽ പരിചയമുള്ള ആൾക്കാർ ചോദിച്ചു നോക്കും, നല്ല കൊണ്ടുപോയിട്ടേക്കാണ്. അപ്പൊ നമ്മുടെ പെൻസിൽമാർക്കുള്ള ആൾക്കാർ വർപ്പിക്കണത്. അതെ, അപ്പൊ വില്ലൻ ഇവിടെ ഷർട്ടും മുണ്ടും ഷോളൊക്കെ ആയിട്ടാണ്. മിഥുൻ ചേട്ടാ, ഇത് വളരെ പെർപ്പസ്ഫുള്ളി ചെയ്തൊരു കാര്യമാണോ? അതേപോലെ തന്നെ വൺ മോർ തിങ്, രാജ്ബി ഷെട്ടി സാറിന് മുമ്പ് കണ്ടപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമായിരുന്നു, നീവു ഹെഗിത്രേ പഠിച്ചിട്ട് വന്നതാണ്, അത് മറന്നുപോയി അന്ന് ചോദിച്ചപ്പോ. എന്തുകൊണ്ട് ഇദ്ദേഹത്തെ കാസ്റ്റ് ചെയ്യുന്നുള്ളതിന് എനിക്ക് ഒറ്റ മറുപടി ഉള്ളൂ, ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു ഇയാളെ കണ്ട് ഭ്രമിച്ചിട്ടാണ് നമ്മൾ ഇദ്ദേഹത്തെ ക്ഷണിക്കുന്നത്. ലളിതമനെ കണ്ട് നമ്മൾ ഇങ്ങനെ ആരാണ് ഇയാളെന്നുള്ള അന്തം വിടലിലാണ് ഇദ്ദേഹത്തെ നമ്മൾ ഈ സിനിമയിലേക്ക് ക്ഷണിക്കും. ഇദ്ദേഹം ഇങ്ങനത്തെ ഒരു സിനിമ, ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യുമെന്ന് പോലും നമുക്കറിയില്ലായിരുന്നു. കാരണം അദ്ദേഹം ചെയ്ത സിനിമകളുടെ പാറ്റേൺ നമുക്കറിയാലോ. അപ്പോൾ ഇദ്ദേഹത്തെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് നമ്മൾ ഈ ചിത്രത്തിലേക്ക് ക്ഷണിച്ചത്. ബാക്കി ഇദ്ദേഹം പറയട്ടെ. ഈ ഒരു കോസ്റ്റ്യൂമിന് കൂടെ ഇത് ഇദ്ദേഹം ഇപ്പം നമ്മൾ വില്ലന്മാരെ പല രീതിയിൽ ക്യാരക്ടർ അധികം പറയുന്നില്ല, പല രീതിയിൽ വില്ലനായിട്ടല്ലേ ഇങ്ങനത്തെ ഒരാള്. അതെ, നമുക്ക് പക്ഷേ അയാള് നമ്മൾ പറയുന്ന പോലെ അല്ലെങ്കിൽ അത്ര നന്മകളായിരിക്കില്ല, അയാളുടെ ഭാഗത്ത് അയാളുടെ റൈറ്റാണ്. അതെ. അപ്പോൾ കോസ്റ്റ്യൂം നമ്മൾ ഒരു ഇദ്ദേഹത്തിന് കണ്ടില്ലാത്ത സ്യൂട്ട് കൊടുക്കണോ പാൻറ് കൊടുക്കണോ എന്നൊക്കെയുള്ള ആളുകളൊക്കെ ഒരു കാര്യം ചെയ്യാം. നമുക്ക് മുണ്ടും ഈ പറഞ്ഞ പോലെ ഒരു ഷർട്ടും ആ ഹെലികോപ്റ്ററിൽ പറഞ്ഞാൽ കോൺട്രാസ്റ്റ് പിടിക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കൂടെ ഒരു തുണ്ടും ഒക്കെ കൊടുത്ത് അങ്ങനെ കോൺട്രാസ്റ്റ് പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വൈശാട്ടിനെ നോക്കിയെന്ന് പറഞ്ഞു. അങ്ങനെ വൈശാട്ടിന് കോസ്റ്റ്യൂം ഒക്കെ പറഞ്ഞ് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹം ആക്ച്വലി നടക്കുന്നത് ആ കോസ്റ്റ്യൂമിലാണ്. കളർ മാത്രമേ മാറ്റുള്ളൂ. അപ്പോൾ അത് ഇദ്ദേഹത്തിന്റെ കോസ്റ്റ്യൂം വളരെ യാദൃശ്ചികമായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തതിൽ ആയി പോയതാണ്. സ്വന്തം കോസ്റ്റ്യൂം തന്നെയാണ് അപ്പൊ യൂസ് ചെയ്തത്? മമ്മൂട്ടി റിച്ചാണ്. ഒരു വാക്ക് പഠിച്ച് കംപ്ലീറ്റ് കാസർഗോഡ്. കാസർഗോഡ് ജനം എല്ലാം ഉണ്ട്. അവിടെ ഒരു അല്ലിത്തിരയുണ്ട്, ഇവിടെ ഒരു ഇല്ലിത്തിരയുണ്ട്. ഇനിയിപ്പോ എല്ലാരും കൂടെ കാസർഗോഡേക്ക് പോലെ. ഞാൻ കന്നഡ സിനിമ കുറെ കണ്ടിട്ടുണ്ട്, മിക്കതും കമേഴ്സ്യൽ സിനിമകളായിരുന്നു അന്ന് കണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നത് ഉപേന്ദ്രയുടെ ഓമാണ് ആ ഒരു കാലത്ത് ചെറിയൊരു മാറ്റം വരുത്തിയ ഒരു സിനിമയായിട്ടാണ് തോന്നിയത്. പിന്നീട് നിങ്ങളുടെ ഇപ്പോൾ രാജ്ബി ഷെട്ടിൻ്റെ ഋഷഭ് ഷെട്ടിയുടെ സിനിമയാണ്, ഒരു മൊട്ടൈ കഥ ആണ് താങ്കൾ ആദ്യമായിട്ട് വന്നതെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഈ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ കന്നഡ സിനിമയിൽ ഉണ്ടായല്ലോ, അത് എങ്ങനെയാണ് നോക്കി കാണുന്നത്? അതിനു മുമ്പ് ആക്ഷൻ